നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുംബൈയിൽ 2+2 വിദ്യാർത്ഥികൾ പെട്ടു എന്ന വാർത്ത വന്നപ്പോൾ തന്നെ പലരും ഞെട്ടിപ്പോയി. കാരണം മുംബൈ പലതരത്തിലുള്ള അധോലോകമാണെന്ന് കഥകൾ. അതിൽ ഒന്നും അറിയാത്ത 2 പെൺകുട്ടികൾ പെട്ടാൽ പിന്നെ തിരിച്ചുവരാൻ പ്രയാസമാണ്. എന്നാൽ അതിനു മുമ്പേ കുട്ടികളെ കണ്ടെത്തിയിരിക്കുന്നു. മലപ്പുറം താനൂരിൽ നിന്ന് ബുധനാഴ്ച കാണാതായ 2+2 വിദ്യാർത്ഥിനികളെയും മുംബൈയിൽ ലോണാവലയിൽ നിന്ന് കണ്ടെത്തിയതിന്റെ ആശ്വാസത്തിലാണ് ബന്ധുക്കളും പോലീസും. കുട്ടികൾ പൂർണ്ണ സുരക്ഷിതരാണ്. വീട്ടിലേക്ക് പോകുന്നതിൽ സന്തോഷമെന്ന് ഇരുവരും അറിയിച്ചു. ഇന്ന് തന്നെ വീട്ടിലെത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മൊബൈൽ ലൊക്കേഷൻ വഴിയുള്ള അന്വേഷണമാണ് കുട്ടികളെ കണ്ടെത്താൻ നിർണായകമായത്. രാത്രി 9 മണിയോടെ പുതിയ സിം കാർഡ് ഇട്ടത് വഴിത്തിരിവായി. മുംബൈ ലോണാവാലയിൽ നിന്നാണ് കുട്ടികളെ കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം കാണാതായ താനൂരിൽ ഒരു സ്കൂളിലെ +2 വിദ്യാർത്ഥികളെയാണ് 2ാം ദിവസം ട്രെയിനിൽ സഞ്ചരിക്കവേ റെയിൽവേ പോലീസ് കണ്ടെത്തിയത്. മൊബൈൽ ഫോൺ ലൊക്കേഷൻ പിന്തുടർന്ന് നടത്തിയ അന്വേഷണം വിജയം കാണുകയായിരുന്നു. കേരള പോലീസ് നൽകിയ വിവരങ്ങൾ പിന്തുടർന്ന് റെയിൽവേ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് ഇവരെ ചെന്നൈ ഏഗോമാർ എക്സ്പ്രസിൽ നിന്ന് കണ്ടെത്തിയത്. റെയിൽവേ പോലീസിന്റെ കസ്റ്റഡിയിൽ കുട്ടികൾ നിലവിൽ യാത്ര തുടരുകയാണ്. താനൂരിൽ നിന്ന് കാണാതായ 2+1 വിദ്യാർത്ഥികളെ മുംബൈയിൽ കണ്ടെത്തി. ഇവർ മുംബൈയിൽ എത്തിയതായി വിവരം കിട്ടിയപ്പോൾ മുതൽ തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. മുംബൈയിൽ നിന്നുള്ള ട്രെയിൻ യാത്രക്കിടെ ലോണാവാലയിലാണ് ഇവരെ പിടികൂടിയത്. മുംബൈ CSMTയിൽ നിന്ന് ചെന്നൈ ഏഗോമാർ ട്രെയിനിലായിരുന്നു ഇവരുടെ വരവ്. റെയിൽവേ പോലീസാണ് കുട്ടികളെ കണ്ടെത്തിയത്. മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ് ഇവരെ കണ്ടെത്തുന്നതിൽ നിന്ന് നിർണായകമായത്. RPF ഇവരെ പൂനെയിലെത്തിച്ച് കേരള പോലീസിന് കൈമാറും. വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെന്നും തിരിച്ചുപോകാൻ താൽപര്യമില്ലെന്നും വിദ്യാർത്ഥിനികൾ മലയാളി സന്നദ്ധ പ്രവർത്തകരോട് പറഞ്ഞു. ബുധനാഴ്ച ഉച്ചയ്ക്ക് 12-നാണ് താനൂർ മേഖലയിലെ സ്കൂളിന് പരിസരത്ത് നിന്ന് കുട്ടികളെ കാണാതായത്. പഠനത്തിൽ സവിശേഷ സഹായം ആവശ്യമുള്ള ഇരുവരും സ്ക്രൈബിന് സഹായത്തോടുകൂടിയാണ് പരീക്ഷ എഴുതുന്നത്. പരീക്ഷയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്നിറങ്ങിയ ഇരുവരും സ്കൂളിൽ എത്തിയില്ല. സ്കൂൾ അധികൃതർ വീട്ടിലേക്ക് വിളിച്ചപ്പോഴാണ് കാണാതായ വിവരം അറിയുന്നത്. കുട്ടികളുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം തുടരുന്നതിനിടെ മുംബൈ ഛത്രപതി ശിവാജി ടെർമിനലിന് സമീപമുള്ള മലയാളിയുടെ സലൂണിൽ ഇവർ എത്തിയതായി കണ്ടെത്തിയിരുന്നു. സലൂണിൽ എത്തിയ ഇരുവരും മുടി വെട്ടാനും ഷാംപൂ ചെയ്യുവാനും ഏറെ സമയം അവിടെ ചെലവഴിച്ചു. സമൂഹമാധ്യമത്തിലൂടെ പരിചയപ്പെട്ട മലപ്പുറം മഞ്ചേരി സ്വദേശിയായ യുവാവ് ഇവർക്കൊപ്പം ഉണ്ടായിരുന്നതായി അറിയുന്നു. പോലീസ് മുംബൈ മലയാളികൾക്ക് വിവരം കൈമാറിയെങ്കിലും അവർ എത്തിയപ്പോഴേക്കും പെൺകുട്ടികൾ കടന്നു കളഞ്ഞിരുന്നു. മുടി വെട്ടുന്നതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. മുടിയുടെ മോഡൽ പെൺകുട്ടികൾക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി സലൂണിലെ ബ്യൂട്ടീഷ്യൻ എടുത്ത വീഡിയോ ആണ് ഇതെന്നാണ് സൂചന. വേഗം ഇവിടെ നിന്ന് രക്ഷപ്പെടാമെന്നും കുട്ടികളിൽ ഒരാൾ പറയുന്നത് വീഡിയോയിൽ കേൾക്കാം. നേത്രാവതി എക്സ്പ്രസിൽ പൻവേലി ഇറങ്ങിയ പെൺകുട്ടികൾ അവിടെ നിന്ന് ലോക്കൽ ട്രെയിനിൽ ഛത്രപതി ശിവാജി മഹാരാജ് ടെർമിനലിന് സമീപം എത്തുകയായിരുന്നു. ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട എടവള്ള സ്വദേശിക്കൊപ്പം കോഴിക്കോട് നിന്ന് ബുധനാഴ്ച ഉച്ചയ്ക്ക് ഇവർ പൻവേലിയിലേക്ക് പോയതായാണ് പോലീസിന് വിവരം ലഭിച്ചത്. യുവാവ് 2 പേരെയും പൻവേലയിൽ മലയാളി യുവതി നടത്തുന്ന ബ്യൂട്ടി പാർലറിൽ എത്തിച്ചു. പെൺകുട്ടികൾ ബ്യൂട്ടി പാർലറിലെത്തിയ വിവരം മഹാരാഷ്ട്ര പോലീസിനും മലയാള സമാജത്തിനും കേരള പോലീസ് കൈമാറിയിരുന്നു. പോലീസും സമാജം പ്രവർത്തകരും എത്തിയപ്പോഴേക്കും പെൺകുട്ടികൾ രക്ഷപ്പെട്ടതായി ബ്യൂട്ടി പാർലർ ഉടമ പറഞ്ഞിരുന്നു. സുഹൃത്തിന്റെ വിവാഹത്തിനാണ് മുംബൈയിലെത്തിയത് എന്നാണ് പെൺകുട്ടികൾ പറഞ്ഞത് എന്ന് ബ്യൂട്ടി പാർലർ ഉടമ പറയുന്നു. എന്തായാലും കുട്ടികളെ കണ്ടെത്തിയതിൽ വളരെ ആശ്വാസത്തിലാണ് ജനങ്ങൾ.